ഹായ്, ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാംഗോ സാഗോ ഉണ്ടാക്കാൻ കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. അപ്പൊ കുട്ടികൾ നമുക്ക് അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാല്, കണ്ടൻസ് മിൽക്ക്, ഐസ് ക്യൂബ്, പിന്നെ സാബൂനരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കസ്കസാണ്, വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുകയാണ്. ഇത് വെള്ളത്തിലിട്ട് ഇത് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും ഈ സാബൂനരി എടുത്താണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം സാബൂനരി ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്, ഇനി സാബൂനരി ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഇവിടെ കടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മാംഗോ തൊലിയൊക്കെ കളയാം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുന്നത് കുറച്ച് നേരത്തെയാണോ? ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ പിന്നെ ട്രെൻഡിങ്ങിനനുസരിച്ച് എപ്പോഴും ഇടാത്തത് കൊണ്ട് പ്രശ്നമില്ലല്ലോ. പിന്നെ ഇത് എടുത്തിട്ട് കുറച്ചായിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്തിടാം കുറച്ച് താമസമായതുമാണ്. എന്നാലും നമ്മൾ കുട്ടികളൊക്കെ നിർബന്ധത്തിന് നമ്മളത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി മാംഗോ ഒക്കെ ചെത്തി ചെറിയ ചെറിയ പീസുകളാക്കിയാണ്ട് ഒരു ബൗളിൽ മാറ്റി വെച്ചു. പിന്നെ കുറച്ച് മാങ്ങ എടുത്താണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോഴേക്കും സാബൂനരി വെന്തു. അപ്പം അത് അരിച്ച് മാറ്റി വെച്ചു. കുറച്ച് മാങ്ങ എടുത്താണ്ട് അരച്ചെടുത്തു. ഇനി അധികം പണികളൊന്നുമില്ല. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്, പിന്നെ കുതിർക്കാൻ വെച്ച കസ്കസ്, പിന്നെ വേവിച്ച് വെച്ച സാബൂനരി അതും ഇട്ടു. പിന്നെ പാലും ഒഴിച്ചു. നമ്മൾ അരച്ച് വെച്ച മാങ്ങ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല. മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മാങ്ങ നല്ല മധുരമുള്ളത് കൊണ്ട് അധികം കണ്ടൻസ് മിൽക്കിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട്. പാത്രമൊക്കെ കയ്യിൽ പിടിച്ചാണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തു. അവർക്കൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. സാബൂനരിയൊക്കെ അത് കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മധുരം കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവേ. അപ്പോൾ അവർക്കൊക്കെ അത് ബെസ്റ്റാണ് കേട്ടോ. ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്നത്തെ ഒരു വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.